ഇസ്രായേലിലെ നെതന്യാഹുവിനെതിരായിട്ട് സമരം ചെയ്യാൻ പോകാൻ മൂപ്പര്. ഇവിടെ കേരള ഗവർണർ കണ്ണൂർ കിട്ടിയപ്പോൾ തന്നെ പേടിച്ച വിദ്വാനാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രസിഡന്റിനെതിരായിട്ട് ഇപ്പോൾ യുദ്ധപ്രഖ്യാപനം. അത് നിലമ്പൂര് വെച്ചിട്ടാണ് നടത്തുന്നത്. നിലമ്പൂര് വെച്ച് എന്ത് പറഞ്ഞാലും ഇസ്രായേലുകാർ കേൾക്കാനൊന്നും പോണില്ലല്ലോ. നിലമ്പൂര് വെച്ചിട്ടാണ് വീരവാദം അടിക്കുന്നത്. ഞങ്ങളിവിടെ ആളെ ശരിയാക്കി തരും, മറ്റേ വൃത്തികെട്ട രാജ്യം മറ്റേ രാജ്യം എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കുമ്പോഴാണ് ഇവിടെ ഗവർണറുടെ രാജ്ഭവനിൽ ഇവിടെ വരണമെങ്കിൽ ഇന്ന ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു കത്ത് പോലും പ്രതിഷേധിച്ച് അയക്കാൻ ഗട്സ് ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് നെതന്യാഹുവിനെ വെല്ലുവിളിക്കാൻ പോകുന്നത്. കേരളത്തിലെ കാര്യം നോക്കിയിട്ട് പോലെ പാലസ്തീനിലേക്കൊക്കെ പോകാം. അവിടെ ഞങ്ങളുണ്ട്. കാരണം പാലസ്തീൻ വിഷയത്തിലൊക്കെ കോൺഗ്രസ് ഇന്ത്യ മുഴുവനുള്ള ഒരു പാർട്ടിയാണ്, അല്ലാതെ കേരളത്തിലെ മാത്രം പ്രദേശത്തുള്ള പാർട്ടിയൊന്നുമല്ല. പാലസ്തീൻ ജനതയ്ക്ക് ഇന്ത്യ എല്ലാ കാലവും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, തുടക്കം മുതൽക്ക് തന്നെ. പാലസ്തീൻ സമരത്തിന്റെ തൊട്ട് മുമ്പ് ഇപ്പോഴും വരെ അവരെല്ലാ, കാരണം ഒരു രാജ്യത്തിനെ തന്നെ സ്വന്തം കൈപ്പടയിലാക്കിയ ഇസ്രായേലിന്റെ നയങ്ങൾക്കെതിരെ എല്ലാ കാലത്തും ഇന്ത്യയിലെ ജനാധിപത്യ പാർട്ടികളൊക്കെ വരെ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിലമ്പൂരും ഈ മറ്റേ നെതന്യാഹുവായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇതൊക്കെ കാരണം കേരളത്തിലെ കാര്യമൊന്നും പറയാനില്ല, കേരളത്തിലെ വികസനത്തിനെ കുറിച്ച് പറയാനില്ല. ഇവിടെ ഇന്നുണ്ട് ഒരു MP-യും MLA-യും സഞ്ചരിച്ച കാറിൽ പെട്ടി പരിശോധിക്കാൻ പോയിരിക്കുക. ഇവർക്ക് ഈ പെട്ടിയോട് എന്താ അത്ര താല്പര്യം എന്നറിയില്ല. കാരണം ഇവരാണല്ലോ പെട്ടിയുടെ ആൾക്കാർ. പെട്ടിയും മറ്റേ അദാനിയും ഒക്കെ തരുന്ന പെട്ടിയുടെ ഓർമ്മയില് ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ വാഹനത്തിന്റെ പെട്ടി പരിശോധിക്കുക. പെട്ടി എടുത്ത് പുറത്ത് വെച്ചപ്പോൾ അവർ പറഞ്ഞു തുറന്നു പോയിക്കോളാൻ പറഞ്ഞു. അവര് വേണ്ട, തുറക്കണ്ട, തിരിച്ചങ്ങോട്ട് വെച്ചോളാം. എന്താ MLA-മാരുടെ ജോലി? സ്വന്തം വണ്ടിയിൽ നിന്ന് പെട്ടി പുറത്തെടുത്ത് വയ്ക്കലും മാത്ത് കയറ്റില്ല ഇവർ പറയുമ്പോൾ.